ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഗറ്റ് കൊണ്ടൊരു ഡിഷ് ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പെഗറ്റ് എടുക്കുക, അത് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഇതിന് വേവുണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മുടെ സേമിയൻ്റെ ഏട്ടനൊക്കെ ആയിട്ട് വരും. അതായത് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല അത്യാവശ്യം വേവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. ഒരു 3-4 മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലുമാണ് കേട്ടോ വേവിക്കേണ്ടത്. ഇതിപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് വെള്ളം അതിൻ്റെ മേലെ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒന്ന് കൂട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്. രാവിലെ തന്നെ അല്ലേ, അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ട്. അപ്പം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്തത് ക്യാരറ്റാണ്. പിന്നെ വേവിച്ച ഗ്രീൻ പീസും കൂടെ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിരുന്നുണ്ട്, ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേവിച്ച് വെച്ചിരുന്നു. അതും കൂടെ ഞാൻ ഇതിലേക്ക് ആ വെള്ളത്തോടൊക്കെ തന്നെ ആഡ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ടെടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ മുന്നായിട്ട് ഒരു വീഡിയോ മിസ്സായത് എന്താണെന്ന് അറിയാം, രാഗി നല്ല പോലെ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലത് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സ്പഗറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി വേണമെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ മസാലൻ്റെ ഫ്ലേവർ കുറവാണെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളും നമ്മളെ മസാലകളൊക്കെ മിക്സ് ആവുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്യാം. ഇത് നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ലഞ്ചായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ.